യു എയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് കോർപ്പറേറ്റ് ടാക്സ് എന്നതാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ 30 അവസാനത്തെ ഡേറ്റ് ഇത് ഫയൽ ചെയ്യുന്നതിൻ്റെ എന്നുള്ളത്. ചെറിയ കമ്പനികൾ ഇത് ഫയൽ ചെയ്യണോ? ഒരുപാട് സംശയങ്ങളാണ്. ഇദ്ദേഹം മിസ്റ്റർ സലിസ് ഏവിയൻ ഗ്ലോബൽ ബിസിനസ് സർവീസസിന്റെ ജനറൽ മാനേജറാണ്. ഏത് കമ്പനികളായാലും അവർ ടേൺ ഓവർ ഉണ്ടെങ്കിലും ടേൺ ഓവർ ഇല്ലെങ്കിലും അവർ ഫയലിംഗ് ചെയ്യണം. കോർപ്പറേറ്റ് ടാക്സ് അവർ കൊടുക്കേണ്ടത് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതിന് മുകളിലേക്കാണെങ്കിലാണ് ടാക്സ് പേയ്മെന്റ് ചെയ്യേണ്ടത്. ഫയലിംഗ് കമ്പൽസറിയാണ്. ഏതൊക്കെ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ട്രേഡ് ലൈസൻസ് ഉണ്ടോ, അവരെല്ലാം ഇത് ഫയൽ ചെയ്യും. അതെ, ഫയലിംഗ് ചെയ്യണം. ആളുകൾ പാനിക് ആവേണ്ട അവസ്ഥയല്ല. അവർ ജസ്റ്റ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ഓഫീസിൽ വരണമെന്നില്ല. അവർ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ അവരെന്ത് ചെയ്യും, മൊത്തത്തിൽ അഡ്വൈസ് ചെയ്ത് ചെയ്യും. ഞങ്ങൾക്കൊരു 1 ഡേ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇനി ചിലപ്പോൾ ഫൈനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിലും അത് ഞങ്ങൾക്ക് അതിൻ്റെ ടീമുണ്ട്. പെട്ടെന്ന് തന്നെ അത് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവർക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ ഒരു 250 സ്റ്റാർട്ടിങ് മുതൽ നമുക്കത് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷേ ലാസ്റ്റിലേക്ക് അത് വൈകാതെ എത്രയും പെട്ടെന്ന് അത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഏവിയൻ ഗ്ലോബൽ ബിസിനസ് സർവീസസിന്റെ ഓഫീസ് വരുന്നത്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇത് മോട്ടോ സിറ്റി ഇല്ലേ, മോട്ടോ സിറ്റിയിലെ ലുലു ഇല്ലേ, അതിന്റെ ഉള്ളിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരണം എന്നില്ല. ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ ഇവര് നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ ഏവിയൻ ഗ്ലോബലിന്റെ അണ്ടറിൽ വരുന്ന അസോസിയേറ്റ്സ് പല സ്ഥലങ്ങളിലായിട്ടുണ്ടല്ലോ. യുഎയിലായിട്ട് നമുക്ക് 5ഓളം ബ്രാഞ്ചുകളുണ്ട്, അസോസിയേറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ കോർപ്പറേറ്റ് ടാക്സിൻ്റെ ഇഷ്യൂ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. മറ്റൊരു കാര്യം, ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ്, വാറ്റ് ഇതൊക്കെ രജിസ്റ്റർ ചെയ്യാത്ത കമ്പനികൾ രജിസ്ട്രേഷൻ ഫില്ലാക്കേണ്ടതും അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയകളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, അസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ വാറ്റ് രജിസ്ട്രേഷൻ ചില ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ടേൺ ഓവർ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ 0 ഇത് ഫയൽ ചെയ്ത് പോവായിരിക്കും ചെയ്യാം. പക്ഷേ ശരിക്കും അത് 12 മന്ത്സിൻ്റെ ഉള്ളിൽ അവർക്ക് ആ ഒരു ടേൺ ഓവർ 185,000 സംതിങ്ങിൻ്റെ ടേൺ ഓവർ അവർ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും വാറ്റോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സോ അങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും കമ്പനി ഡീരജിസ്റ്റർ ചെയ്യണം. ആ ഡീരജിസ്ട്രേഷൻ പ്രോസസ്സ് അധികം ആളുകളും ചെയ്യാറില്ല. അങ്ങനെ 0-ൽ തന്നെ പ്രോസസ്സ് ഫയൽ ചെയ്ത് പോവുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനത്തെ കേസസിലും മന്ത്ലി 1,000 വെച്ചിട്ട് അപ് ടു 10,000 വരെ ഫയൽ ചെയ്യുന്ന ചാർജ് ചെയ്യാവുന്നതാണ് ഗവൺമെൻറ്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒന്നുകൂടി നന്നായിരിക്കും ഇതിൻ്റെ കൂടെ. ഇനി ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് ഇനി അവർക്ക് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് ടാക്സുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് ടാക്സുമായി ബന്ധപ്പെട്ടോ വാറ്റുമായി ബന്ധപ്പെട്ടോ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ വേണ്ട എല്ലാ അസിസ്റ്റൻസും ഗൈഡൻസും അവർക്ക് കൊടുക്കുന്നതാണ്, ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോട്ടോ. അഡ്വൈസസ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഇവരെ വിളിച്ചാൽ എവിടെ പോകണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരും. ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, ബിസിനസ് സെറ്റപ്പ് രംഗത്തുള്ള എല്ലാ സർവീസസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ആർക്കെങ്കിലും വിസ എടുക്കണമെങ്കിലോ, ഷെങ്കൻ വിസാസ്, അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വിസാസ്, ട്രാൻസ്ലേഷൻ സർവീസസ്, ട്രേഡ് ലൈസൻസ്, ഗോൾഡൻ വിസ, അങ്ങനെ ബിസിനസ് സെറ്റപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ സർവീസസും ഇവിടെ അവൈലബിൾ ആണ്. ഗോൾഡൻ വിസയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി വാല്യുവേഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ എല്ലാ സർവീസുകളും ഞങ്ങൾ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.